ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരിക, കൃഷി എടുക്കുന്നത് കാണിക്കുക, വിളവെടുപ്പ് അല്ലെ പൂക്കളെ കാണിക്കുകയൊക്കെ ആണല്ലോ. എന്നാൽ ഇന്ന് വരുന്നത് അങ്ങനെ ഒന്നുമല്ല, അത്തരം കാര്യത്തിലേ അല്ല ഇന്ന് ഞാൻ വരുന്നത്. ഇന്ന് ഞാൻ വരുന്നത് ഒരു ഗുരുവന്ദന പരിപാടിയുണ്ട്. ഞങ്ങളെ വയനാട് ജില്ല ഉറുദു ടീച്ചേഴ്സ് ഒരുക്കിയ ഗുരുവന്ദനം എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് ഒരു സ്നേഹാദരവ് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് പങ്കെടുക്കാൻ പോവുകയാണ്. എനിക്ക് ഫോൺ വന്നു, നിങ്ങൾ ശനിയാഴ്ച 11 മണിയാകുമ്പോൾ പനവരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ എത്തണം എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അതിന് പോകാനുള്ള തിരക്കിലാണ്. പക്ഷേ ആ തിരക്കിൽ ഞാൻ പോകുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ചെടികൾക്ക് എനിക്ക് ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുല്ലുണ്ടെങ്കിൽ അത് പറിക്കണം. അതൊക്കെ തിരക്ക് പിടിച്ച പണികളാണ്. ഇന്ന് രാവിലെ ഞാൻ അത് ചെയ്യാൻ പോവുക. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ടേക്ക് പോവാൻ, ആദരവ് സ്വീകരിക്കാൻ, ഗുരുവന്ദനം. എന്നാ വരി, നമുക്ക് കാണാലോ. ചെടിക്ക് വെള്ളം കൊടുത്താൽ മാത്രം പോരാ, ചെടിയിൽ എന്തെങ്കിലും ആക്രമിക്കുന്നവരുണ്ടോ എന്നൊക്കെ നോക്കണം രാത്രിയെ. പിന്നെ ഉണങ്ങിയ കമ്പുണ്ടെങ്കിൽ അതെല്ലാം, പൂക്കൾ ഉണങ്ങിയതുണ്ടെങ്കിൽ അതൊക്കെ എടുത്തു മാറി. ഞാൻ രാവിലെ അതൊക്കെ എനിക്ക് രാവിലെ അതൊക്കെ ചെയ്യണം. എൻ്റെ മെലസ്റ്റോമൊക്കെ നോക്കി പൂവിട്ട് എന്താ ഭംഗി. ഒരു ദിവസം നനക്കാണ്ടായിപ്പോൾ ഇതിന് വാടിയിട്ടോ, നനക്കാണ്ടായിട്ടൊന്നുമില്ല, എന്നാലും ഇത് വാടിയ പോലെ ഇപ്പോൾ എന്തോ പറ്റീന്ന്. മതി. ബാൾസം ചെടിക്ക് തീരെ വെയിൽ പറ്റൂല, അങ്ങ് സൈഡിലേക്ക് ആക്കിയതാ ഞാൻ. പിന്നെ പുഴു വേഗം തിന്ന് കളയും. അപ്പം പുഴുക്കളുണ്ടോന്നൊക്കെ നോക്കണം, ഒക്കെ ഈ തിരക്കിൻ്റെ ഇടയിൽ നോക്കണം. അങ്ങനെ ചെടികളെല്ലാം നനച്ച് കഴിഞ്ഞു, അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു, കുളിച്ചു, ഫ്രഷായി, ബാഗെല്ലാം എടുത്ത് ഞാനിങ്ങനെ പോവാൻ നോക്കുക. സമയമായി, മഴൻ്റെ ഒരുക്കമുണ്ട്. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. ഓരോ ഓർമ്മകൾ. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ രാവിലെ 8:30 മണിയാകുമ്പോൾ ഇറങ്ങേണ്ടിയിരുന്നു. ചടപടാന്ന് പറഞ്ഞ് പണി തീർക്കും, കുട്ടികളെ ഒരുക്കി പറഞ്ഞേക്കും. ഇപ്പം പിന്നെ അതൊന്നുമില്ല, കുട്ടികളൊക്കെ വലുതായി, പല ഭാഗത്തായി. എൻ്റെ സ്കൂൾ പോക്ക് കഴിഞ്ഞു. ഇപ്പം കുറേ ഫ്രീ ആണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള പോക്കുണ്ടെന്ന് പറയുമ്പോൾ ഒരു ബേജാറാണ്. പണിയെല്ലാം തീർക്കണം, ഓടണം. ബസ്സിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ എനിക്ക് 1 കിലോമീറ്റർ ദൂരെ എത്തണം. അവിടേക്ക് ഓട്ടോ വിളിച്ചിട്ട് പോവാന്ന് വിചാരിച്ച്. ഓട്ടോ വന്നു, ഓട്ടോ നിർത്താണ്ട് ഒരു പോക്ക്, കാരണം അതിൽ തിരക്കാണ്. പിന്നെ ഓട്ടോന്ന് കാത്തു നിന്നിട്ട് കാര്യമില്ലാന്ന് വിചാരിച്ചു. ബസ്സിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ നടക്കന്നെ വേണം. ഞാൻ സ്ഥിരമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ നടക്കുന്ന സ്ഥലമാണിത്. പിന്നെ സമയം കുറച്ച് ആദ്യത്തെ പോലെ 8:30 മണിയല്ലല്ലോ ഈ ഇറക്കം, 11 മണിക്കുള്ള ഒരുക്കത്തിനുള്ള പോക്കാണല്ലോ. അപ്പോൾ നല്ല വെയിലാണ്, കുടയൊക്കെ ചൂടിയിട്ട് റോട്ടുമേൽ കൂടെ ഞാനിങ്ങനെ കുറേ നടന്ന് പോയ സ്ഥലമാണല്ലോ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് വന്ന്, ബന്ധക്കാരെ കാറ് തന്നെയാ. കയറാൻ പറഞ്ഞു, കയറി. സമാധാനമായി, വെയിലും കൊള്ളണ്ട, സുഖമായിട്ട് ബസ്സിൻ്റെ അടുത്തേക്ക് എത്താലോ. ബസ്സിൻ്റെ അടുത്ത് എത്താൻ അധികം ദൂരമില്ലായിരുന്നു, എന്നാലും വേണ്ടില്ല, കയറി. അങ്ങനെ ബസ്സിൻ്റെ അടുത്ത് എത്തി. ബസ് വന്ന് നോക്കുമ്പം ഭയങ്കര തിരക്ക്, കയറാൻ പറ്റില്ല, സീറ്റില്ല. പണ്ടൊക്കെ ഓടി ബസ് കയറിയെന്നൊരു കാലം ഉണ്ടായിരുന്നു. ബസ്സിൽ സീറ്റ് നോക്കൂല, നിൽക്കാൻ വരെ സ്ഥലം ഇല്ലാണ്ടായിരുന്നു സ്കൂൾ പോക്ക്. ഇപ്പം പിന്നെ അതിനൊന്നും കഴിയില്ല, സീറ്റ് തന്നെ നോക്കൂ. അങ്ങനെ നിൽക്കുമ്പം കണ്ട് അതിൻ്റെ ബാക്കിൽ ഒരു KSRTC പിന്നെ തിരക്ക് കുറവായിരുന്നു. കയറി, സീറ്റെല്ലാം കിട്ടി, ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു. പണ്ടത്തെ കാലങ്ങളെല്ലാം ഓർത്തിട്ട് ഇങ്ങനെ ഇരുന്നു. പോകുന്ന വഴിയും ഇതന്നെയാണ്, എൻ്റെ സ്കൂൾ പോകുന്ന വഴി തന്നെയാണിത്. പനമര വഴിയാണ് ഞാൻ സ്കൂൾ പോക്ക്. പനമരത്താണല്ലോ ചടങ്ങ് നടക്കുന്നത്. അങ്ങനെ പനമര എത്തി. എൻ്റെ സ്കൂളിലേക്ക് ഇനി കണക്ഷൻ ബസ് വേറെ ഉണ്ട്. ഇന്ന് പരിപാടി പനമരം ഗവൺമെൻറ് ഹൈസ്കൂൾ ആയതുകൊണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ ബസ്സിനൊന്നും കയറണ്ട, കുറച്ചങ്ങ് നടന്നാൽ മതി. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പനമരം നിൽക്കുമ്പോൾ ഈ ബസ്സിനിങ്ങനെ കാത്തു നിന്നുകൊണ്ട് തന്നെയായിരുന്നു. ഇപ്പോൾ അവിടെ സ്റ്റാൻഡൊക്കെ വന്ന് വേറെ ഒരു ഷെഡെല്ലാം ഉണ്ടാക്കി, നല്ല സൗകര്യമാണ്. ഞാൻ അതൊക്കെ നോക്കി. പണ്ട് അതൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ നല്ല സൗകര്യമായല്ലോ എന്നൊക്കെ. അവിടെ നിന്നാൽ മതി, അവിടെയൊക്കെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ.
വെയിൽ കൊള്ളണ്ട, സീറ്റുണ്ട് ഒക്കെ നോക്കി. പിന്നെ ഞാൻ ഹൈസ്കൂളിലേക്ക് അങ്ങ് നടന്നു. അതാ ഹൈസ്കൂള്, പനമരം ഗവൺമെൻറ് ഹൈസ്കൂൾ. അവിടെ +2 വരെ ഉണ്ട് കേട്ടോ. അതിനടുത്ത് തന്നെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലും പനമരം, സാമൂഹിക ആരോഗ്യ കേന്ദ്രം പനമരം. എങ്ങനെയാ നേരെ നടക്കുക. സ്കൂൾ കാണുന്നുണ്ടെങ്കിലും കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. അതാണ് പനമരം ഗവൺമെൻറ് ഹൈസ്കൂൾ. കുറേ പേർക്ക് പനമരം തന്നെ കണ്ടിട്ടുണ്ടാവൂല. എൻ്റെ പ്രിയപ്പെട്ടവർ കുറേ പേര് പനമരം തന്നെ വയനാട് തന്നെ കാണാത്തവരാ. ഇതാണ് പനമരം ഹൈസ്കൂൾ. ഇവിടെ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. ഞാൻ വന്ന് നോക്കുമ്പോൾ കണ്ട് പരിപാടി ഉണ്ട്, കോച്ചിങ് ഉണ്ട്, കുട്ടികൾ ഫുട്ബോൾ ഒരു ഭാഗത്ത് കളിക്കുന്നുണ്ട്, ഇപ്പുറം എന്തോ പന്തലുണ്ട്. അങ്ങനെ സ്കൂളിലെത്തി. എൻ്റെ പഴയ ആൾക്കാരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പെരുന്നാളായിപ്പോയി. എല്ലാവരും കെട്ടിപ്പിടിക്കലും. ഇത് ഞങ്ങളെ വയനാട് എന്നല്ല, ഞങ്ങളെ ഉറുദു അധ്യാപകർക്ക് കൊല്ലത്തിൽ 3 കോംപ്ലക്സ് മീറ്റിംഗ് ഉണ്ടാവും. അങ്ങനെ എല്ലാ അധ്യാപകരും നല്ല ബന്ധമാണ്, കുടുംബക്കാർ പോലെയാണ്. കുടുംബക്കാരും പരിചയമാണ്, എല്ലാവരും പരിചയമാണ്. അങ്ങനെ കണ്ടുമുട്ടിയ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവരെയും. കഥ പറയുക, പരിപാടി തുടങ്ങാൻ കുറച്ചുകൂടി കഴിയും. അപ്പം അങ്ങനെ എല്ലാവരും കണ്ട് പുറത്ത് തന്നെ, അകത്തേക്ക് കയറിയിട്ടില്ല, അതിന് മുമ്പ് തന്നെ കഥ പറയലാണ്. എല്ലാവരും കണ്ട സന്തോഷം, എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിൽ റിട്ടയർഡ് ആവാത്തവരും ഉണ്ട് കേട്ടോ, പരിപാടിക്ക് വന്നവർ. ഇവിടെ കുട്ടികൾക്കുള്ളൊരു മത്സരം നടക്കുന്നുണ്ട്, അതിനുള്ള രക്ഷിതാക്കളും ഉണ്ട്, പിന്നെ ടീച്ചേഴ്സ് കൊണ്ടുവന്ന ടീച്ചേഴ്സ് ഉണ്ട്, പിന്നെ ഞങ്ങളെപ്പോലെ റിട്ടയർഡ് ആയവർക്കുള്ള ആദരവുണ്ടല്ലോ അവരുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. എല്ലാവരും കൊണ്ടും കഥ പറഞ്ഞിരിക്കുക. ഞങ്ങൾ പരിപാടി തുടങ്ങുക പുറത്തന്നെയാണ്, മാഷന്മാരോടും. പിന്നെ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ കുറേ സമ്മാനദാനം കൊടുക്കാനുള്ള. ഇവിടെ കുട്ടികൾക്ക് മത്സരമുണ്ട്. മത്സരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ കവിയായ SM സർവർ സാഹിബിൻ്റെ ഓർമ്മ ദിനത്തിൻ്റെ ഭാഗമായിട്ട് മെഗാ ക്വിസ് മത്സരമുണ്ട്. അവർക്കുള്ള സമ്മാനദാനം ഇതെല്ലാം. ഇത് ഒരുക്കിയത് വയനാട് ജില്ല KUTA അക്കാദമിക് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയാണ് നടത്തുന്ന പരിപാടിയായത്. വിജയികൾക്കുള്ള സമ്മാനമാണിത്. വിജയികൾക്കുള്ള സമ്മാനം, പിന്നെ ഗുരുവന്ദനം, അവർക്കുള്ള സമ്മാനം എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങളൊക്കെ പഴയ സാറുമാർ, ഉസ്മാൻ മാഷുണ്ട്, അഹമ്മദ് മാഷുണ്ട്, മമ്മൂട്ടി സാറുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. എല്ലാവരോടും ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞിരിക്കുക. പഴയ കഥകളൊക്കെ, മക്കളെ കുറിച്ച്, കുടുംബക്കാരെ കുറിച്ച് എല്ലാം ഞങ്ങൾക്ക് പരിചയമാണല്ലോ. അങ്ങനെ എല്ലാം പറഞ്ഞ് പരിപാടി തുടങ്ങാനായി. സമയം 11 ആവാനായി. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നിദ ഫാത്തിമ എന്ന കുട്ടിയുടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ പരിപാടി തുടങ്ങാം. നിദ ഫാത്തിമ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പരിപാടിയിൽ സ്വാഗതം
ആശംസിച്ചത് അബ്ബാസ് സാറാണ്. അബ്ബാസ് സാറ് KUTA ജില്ലാ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് മമ്മൂട്ടി സാറ്. മമ്മൂട്ടി സാറ് KUTA ജില്ലാ പ്രസിഡന്റും കൂടിയാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ജുനൈദ് കൈപ്പാണി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ കഴിവ് കൊണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു പ്രാസംഗികനാണ്. പ്രസംഗം കൊണ്ട് സദസ്സിനെ കയ്യിലെടുക്കുന്ന ഒരു മഹത് വ്യക്തിയും കൂടിയാണ്. തൻ്റെ പ്രവർത്തനം കൊണ്ട് നവമാധ്യമങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളും കൂടിയാണ് ജുനൈദ് കൈപ്പാണി. അടുത്തത് മുഖ്യ പ്രഭാഷണം നടത്തിയത് നജീബ് സാറ്. നജീബ് സാറിൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ആശംസാ പ്രസംഗം ജെൻസി ടീച്ചറായിരുന്നു. പിന്നീട് ഗുരുവന്ദനം, ആദരവ്, മൊമൻറ്റോ കൊടുക്കലും ഷാൾ അണിയിക്കലും. 4 പേരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ വർഷം. ഉസ്മാൻ സാറ്, അഹമ്മദ് സാറ്, എലിക്കുട്ടി ടീച്ചർ, പിന്നെ എന്നെയും. ഓരോ വർഷവും ഈ ചടങ്ങുണ്ട്. എല്ലാവരെയും ഒന്നിച്ച് വിളിക്കാറില്ല. തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരിൽ ഉസ്മാൻ സാറുണ്ട്, അഹമ്മദ് സാറുണ്ട്, എലിക്കുട്ടി ടീച്ചറുണ്ട്, പിന്നെ ഞാനും. വേദിയിൽ വെച്ച് അവാർഡ് ജേതാവായ നജീബ് സാറിന് സമ്മാനം കൊടുത്തു. പിന്നീട് കുട്ടികൾക്കുള്ള സമ്മാനദാനമായിരുന്നു. അക്കാദമിക് കൗൺസിൽ ജില്ലാ കമ്മിറ്റി KUTA നടത്തുന്ന SM സർവർ മെഗാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനമായിരുന്നു. പരിപാടിയെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. മത്സരവും സമ്മാനദാനവും എല്ലാം തന്നെ ഉച്ചയാകുമ്പോഴേക്ക് കഴിഞ്ഞു. അവസാനം കോംപ്ലക്സ് സെക്രട്ടറിയായ ഷമീറ ടീച്ചറുടെ നന്ദി പറയലോടുകൂടി പരിപാടി അവസാനിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. 3 മണിയോടുകൂടി ഞാൻ വീട്ടിലെത്തി. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.